ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെ പ്രതിചേർത്ത് എഫ്ഐആർ ഇട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് SP A ഉന്മേഷിനാണ് അന്വേഷണം ചുമതല. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കൊണ്ട് എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കണമെന്ന രീതിയിൽ മനാഫിൻ്റെ പത്രസമ്മേളനം നടന്നു. അതിനുശേഷമാണ് പോലീസ് ഈ സൈബർ ആക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? SKN പോലീസ് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്, ആ കേസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അർജുൻ്റെ സഹോദരി അഞ്ജു ഒരു പരാതി നൽകുന്നു. അവർക്ക് നേരെ വളരെ ഗുരുതരമായ രീതിയിലുള്ള പ്രചണ്ഡമായ ആൾക്കൂട്ട ആക്രമണം സൈബർ ഇടങ്ങളിൽ നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരാതി. ആ പരാതിയിലാണ് ചേവായൂർ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. SKN FIRൽ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതായത് BNS, അതായത് പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ 120-ാം വകുപ്പ്. ഇത് വിഭാഗീയ പ്രചരണം നടത്തി കലാപത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ അത് തടയാൻ വേണ്ടിയുള്ള വകുപ്പാണ്. ആ വകുപ്പ് ചുമത്തിയിരിക്കുന്നു. മറ്റൊന്ന് കേരള പോലീസ് ആക്ടിലെ 120-ാം വകുപ്പും. ഈ രണ്ട് വകുപ്പുകൾ ചേർത്തിരിക്കുന്നു. അതായത് സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾ, ആക്രമണങ്ങൾക്ക് ചേർക്കുന്ന KP ആക്ടിലെ വകുപ്പ്. ഇതുകൂടാതെ ഈ വർഗീയ സംഘർഷമൊക്കെ ഉണ്ടാക്കാൻ ധ്രുവീകരണം ഉണ്ടാക്കി കലാപത്തിന് ആഹ്വാനം ചെയ്തുള്ള പ്രചരണത്തിന് എടുക്കുന്ന BNSലെ പുതിയ വകുപ്പ്, BNSലെ 120 വകുപ്പാണത്. ഈ രണ്ട് വകുപ്പ്, BNSലെ 192, KP ആക്ടിലെ 120, ഈ രണ്ട് ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ടാണ് FIR ഇട്ടിരിക്കുന്നത്. നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം, സൈബർ സെല്ല് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരിശോധിക്കുന്നു. ഈ പരാതി FIRൽ തന്നെ പറയുന്നത് മനാഫ് ഉണ്ടാക്കിയ യൂട്യൂബ്, ലോറി ഉടമ മനാഫ് എന്ന് അർജുൻ്റെ പടം വെച്ച് ഉണ്ടാക്കിയ യൂട്യൂബ് ചാനലിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഈ FIRൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. FIRലെ പ്രതികളുടെ 1-ാം കോളത്തിൽ മനാഫിൻ്റെ പേരാണ്, 2-ാം കോളത്തിൽ കണ്ടാലറിയാവുന്ന വിവരം ലഭിക്കുന്ന ആൾക്കാരാണ്. അതായത് കൂടുതൽ പ്രതികൾ ഈ കേസിൽ വരാൻ പോകുന്നു എന്ന സൂചന FIR തന്നെ നൽകുന്നുണ്ട്. SKN ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് മനാഫ് പ്രതിയായിക്കൊണ്ട് ഒരു FIR ഗുരുതര വകുപ്പുകളോടെ ചാർജ് ചെയ്തിരിക്കുന്നു ചേവായൂർ പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്നലെ മനാഫ് കുടുംബത്തോട് മാപ്പ് പറഞ്ഞിരുന്നു. മാപ്പ് പറയുന്നതിന് മുൻപാണ് കുടുംബം പരാതി നൽകിയത്. ആ പരാതിയിൽ കർശന നടപടിയിലേക്ക് സിറ്റി പോലീസ് കടന്നിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നതാണ് പോലീസിൻ്റെ നിലപാട്.